ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കായം, കറിവേപ്പില, പച്ചമുളക്, എണ്ണ, അതുപോലെ അച്ചാർ പൊടി, ഉലുവയും കടുകും പൊടിച്ചതുമാണ് കേട്ടോ. മാങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ചൂടാവുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കടുകാണ് കേട്ടോ ചേർക്കുന്നത്. ബാക്കി പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. കടുക് പൊടിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയാണ് എടുത്തത് കേട്ടോ. ഒരുപാട് വെളുത്തുള്ളി മാങ്ങാച്ചാറിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരു 6 പച്ചമുളക് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും കൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉലുവയും കടുകും പൊടിച്ചതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഞാൻ മാങ്ങയിൽ ചേർത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് കേട്ടോ, കളറിന് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഉപ്പിട്ട് വെച്ച ഈ മാങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു അലിഞ്ഞു പോവാത്ത മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ കുക്ക് ചെയ്ത് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അലിഞ്ഞു പോകുന്ന മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് തീ ഓഫ് ആക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മാങ്ങച്ചാറൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവരിപ്പോൾ ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ഞാനും ഒരു വീഡിയോ ചെയ്തു തന്നേയുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് 1 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഉപ്പും മുളകും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഞ്ചസാര ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും. ഈ പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ ശർക്കര ചേർക്കാവുന്നതേ ഉള്ളൂ, 1 പീസ്. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അവസാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സുർക്കയാണ് കേട്ടോ. ഇത് കുറേ ഒഴിക്കുന്നില്ല, കുറച്ച് ടൈറ്റായിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സുർക്കയാണ് ചേർക്കുന്നുള്ളൂ. അങ്ങനെ സുർക്കയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാണ്. ഇത് ഞാൻ നൈറ്റാണ് ചെയ്ത് വെക്കുന്നത്. പിന്നെ പിറ്റേ ദിവസമാണ് ഇതൊരു ബോട്ടിലിലേക്ക് മാറ്റുന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷം അച്ചാർ ബോട്ടിലിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇനി ഇതൊരു ബോട്ടിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഞാനിത് ബോട്ടിലൊക്കെ കഴുകി തുടച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഇത് മുഴുവനും ചേർത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഇത് കേടുകൂടാണ്ടിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ട് ആ ടിപ്പും കൂടെ ഇതിൽ പറയാം.
ഇങ്ങനെ മാങ്ങ അച്ചാറിട്ടതിന് ശേഷം ബോട്ടിലിൽ ആക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അച്ചാർ കേടുകൂടാണ്ട് ഒരുപാട് നാൾ ഉണ്ടാവും കേട്ടോ. ഇതാണ് കേട്ടോ ടിപ്പ്. ഇതിന് മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും പൂത്തു പോവില്ല കേട്ടോ. അതുപോലെ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.